എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു എണ്ണ മാങ്ങ ഉണ്ടാക്കിയാലോ. ഇപ്പോൾ മാങ്ങ സീസണല്ലേ, നല്ലോണം ഇഷ്ടംപോലെ മാങ്ങ ഉണ്ടാവും. അപ്പോൾ ഭരണികളിൽ ഒരു കൊല്ലം വരെ എടുത്ത് പിടിച്ചാലും ഒന്നും ആകത്തില്ല കേട്ടോ. ഞാൻ ബാംഗ്ലൂർ ആയതുകൊണ്ട് മാങ്ങ നല്ല വിലയാണ്. ഇവിടെ 1 കിലോ മാങ്ങക്ക് 80 രൂപയാണ്. ഞാൻ 1 കിലോ മാങ്ങ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഞാൻ എടുക്കുന്ന മാങ്ങ നിങ്ങൾ നോക്കണ്ട. കൂടുതൽ മാങ്ങ വീട്ടിലുള്ളവരാണെങ്കിൽ എല്ലാ ഇൻഗ്രീഡിയൻസ് കൂടുതൽ എടുത്തിട്ട് ഉണ്ടാക്കി വെച്ചോളൂ. നല്ലൊരു സാധനമാണ് കേട്ടോ. ഒന്നും ആകത്തില്ല. ഒരു കൊല്ലം വരെ നമുക്ക് നല്ല, പക്ഷേ ഒട്ടും വെള്ളം നമ്മൾ കഴുകിയെടുത്താൽ തന്നെ വെള്ളമില്ലാണ്ട് തുടച്ചെടുത്തിട്ട് കട്ട് ചെയ്തിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ കേട്ടായിട്ട്. നല്ലെണ്ണയിലാണ് ഫ്രൈ ചെയ്യുന്നത്. അപ്പോൾ നല്ലോണം കുറച്ച് നല്ലെണ്ണ എടുത്ത് നമുക്കത് ഫ്രൈ ചെയ്യാം. ഡീപ്പ് ഫ്രൈ ചെയ്യണം. ഡീപ്പ് ഫ്രൈ എന്ന് പറഞ്ഞാൽ നമുക്ക് നല്ലൊരു ബ്രൗൺ കളറാകുന്നവരെ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ഇത് കൊഴുത്ത മാങ്ങ തന്നെ എടുക്കാൻ മറക്കരുത്. ചള്ളുമാങ്ങയാകുമ്പോൾ ആകപ്പാടെ ഇതായിപ്പോവും. അതുകൊണ്ട് ഇതിപ്പം ഭയങ്കര കൊഴുത്ത മാങ്ങയല്ല, പക്ഷേ കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് ഒരു 2 സ്പൂൺ മുളക് പൊടി, കാശ്മീരിയും മറ്റേ നമ്മുടെ എരിവുള്ള മുളകും കൂടി പൊടിച്ചതാണ് ഇത്. പിന്നെ ഒരു പിഞ്ച് നമ്മുടെ ഉലുവാപ്പൊടി ഇട്ടിട്ടുണ്ട്. കുറച്ച് ഇടാൻ കേട്ടോ, കയ്പ്പ് കൂടുതലാവരുത്. കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്ന് നമുക്കൊരു വേറൊരു പാനിൽ ഒന്ന് ചൂടാക്കിയെടുക്കാം കേട്ടോ. എന്നിട്ട് അതിന് ശേഷം നമുക്ക് നമ്മൾ റെഡിയാക്കി വെച്ച മാങ്ങയില്ലേ അതിലേക്ക് ഇടുക. അതും കൂടി ഒന്ന് ഈ മുളക് ഇതിലൊക്കെ ഒന്ന് മിക്സ് ആകുന്നവരെ ഒന്ന് ഇതാക്കി കൊടുത്ത് ഒന്ന് മിക്സാക്കി കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച എണ്ണയുടെ ബാക്കി എണ്ണയുണ്ട് അത് ഇതിലേക്ക് ഒഴിക്കുക കേട്ടോ. ഈ എണ്ണ ഒഴിക്കുമ്പോഴാണ് ഇതിൻ്റെ പിന്നെ വെളിച്ചെണ്ണേനേക്കാളും നല്ലെണ്ണയാണ് ഏറ്റവും നല്ലത്. പിന്നെ നമ്മുടെ ഉലുവാപ്പൊടി കൂടുതലാകരുത് കേട്ടോ. കയ്പ്പ് ഭയങ്കര കയ്പ്പായിരിക്കും. ഇത് 2 ദിവസമൊക്കെ കഴിഞ്ഞിട്ട് യൂസ് ചെയ്യുമ്പോൾ അത് ഭയങ്കര ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ലൊരു ഐറ്റമാണ്. നിങ്ങൾക്ക് മാങ്ങ സീസണിൽ ഏറ്റവും ബെസ്റ്റ് ഐറ്റമാണ്. പെട്ടെന്ന് ആവുകയും ചെയ്യും. വേറെ വലിയ ഇൻഗ്രീഡിയൻസിൻ്റെ ആവശ്യമില്ലല്ലോ. അപ്പം ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ലൈക്കും ഷെയറൊക്കെ ചെയ്യണം കേട്ടോ. അപ്പോൾ പിന്നെ നമുക്ക് ഇത് നല്ലോണം ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം കേട്ടോ. നല്ലോണം ഒന്ന് വരട്ടിയെടുക്കണം. അങ്ങനെയല്ല പറയുക, നമ്മൾ വരട്ടിയെടുത്താൽ നല്ല ജാറിൽ വെള്ളമൊന്നും ഇല്ലാത്ത കുപ്പിയിൽ സൂക്ഷിക്കാട്ടെ. ഇത് ഞാൻ കുറച്ചേ ഉണ്ടാക്കിയിട്ടുള്ളൂ കേട്ടോ. ഇതിപ്പോൾ 2 ദിവസം കൊണ്ട് ഇതിവിടെ കാര്യമാവും. ഇവിടെ ഇവർക്ക് മാങ്ങയുടെ എല്ലാ സാധനങ്ങളും ഭയങ്കര ഇഷ്ടമാണ് കുട്ടികൾക്കും. അപ്പം അടുത്ത വീഡിയോ കാണുന്നവരേക്കും ബായ്.